സ്ട്രെസ് ഒരു പരിധി വരെ ആവശ്യമാണ്. മാസം മാസമാണ് ഫയൽ ക്ലോസ് ചെയ്യണം, തിരക്ക് പിടിച്ച് പണിയെടുക്കണം, അല്ലേ? സ്ട്രെസ് ആവശ്യമാണ്, അതുകൊണ്ടാണ് പണിയെടുക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞാൽ ഓഫീസിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ അത് അവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ, അത് ഉപേക്ഷിക്കാൻ സബ്ജക്റ്റിൽ വേണം പോകാൻ, വീട്ടിലേക്ക് കൊണ്ടുപോകരുത്. ഫുൾ ടൈം അത് തന്നെയാണെങ്കിൽ നമ്മുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യും. ഈ പറയുന്നത് പോലെ സിമ്പിൾ അല്ല കേട്ടോ. സ്ട്രെസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യും, വല്ലാതെ അഫക്റ്റ് ചെയ്യും. മനസ്സും ശരീരവും കാണിക്കുന്ന പ്രതികരണമാണല്ലോ സ്ട്രെസ്. എന്തൊക്കെ പ്രതികരണമാണ് മനസ്സും ശരീരവും കാണിച്ചത് പറയൂ? ഒന്ന് വേറെ സ്വെറ്റ്, ഓക്കെ കറക്റ്റ്, സ്വെറ്റ് കൂടുന്നു. പിന്നെ ദേഷ്യം, ദേഷ്യം, പിന്നെ സങ്കടം, സങ്കടം, പിന്നെ ഒരു ഇറിറ്റേഷൻ, ഓക്കെ എന്തോ ഒരു ഇറിറ്റേഷൻ വരും. പിന്നെ ഹെഡേക്ക് വരും, ഉറപ്പായിട്ട് വരും ഹെഡേക്ക്. പിന്നെ ആ ദേഷ്യം, ആംഗ്രി, ദേഷ്യം വരും. ഏകാഗ്രത കിട്ടായിട്ടുണ്ടാവും അല്ലേ? ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്തു, 500 രൂപയാണെന്നോ ബാക്കി അത് തന്നില്ലയോ? ക്യാഷ് കൗണ്ടറിൽ എണ്ണിയപ്പോ മെഷീനെ കാണിച്ച് 78 നോക്കുന്നതാണ്. അങ്ങനെ 70 കൊടുക്കുന്നു. നോക്കുമ്പോഴേ കസ്റ്റമർ പോയിട്ടുണ്ടാവും, പ്രശ്നമുണ്ടാവും. വൈകുന്നേരം കാര്യമാണ്, അന്നേരം നോക്കാം. കോൺസെൻട്രേഷൻ, ഉറക്കമില്ലായ്മയെ കുറിച്ച്, ഉറക്കം കൂടുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്, താല്പര്യമില്ലായ്മ. അത് തമാശ പറയുന്നു, ചിരിക്കാനൊന്നും പോകുന്നില്ല. കാര്യങ്ങൾ ഇല്ല, ഓക്കെ ഇല്ലേ? അടുത്ത ഫ്രണ്ട്സിനോടുള്ള ഒരു ഇഷ്ടം അതില്ല. എന്നെ വിട്ട ഞാനൊക്കെ മൂടില്ല. പുതിയ കാലത്തിന്റെ പിള്ളേരാണ് പറയുന്ന വൈബില്ല. നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടല്ലോ ഒരു ഇറിറ്റേഷൻ, ടെൻഷൻ, ദേഷ്യം, ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, മെമ്മറി. സ്ട്രെസ് കൂടിക്കഴിഞ്ഞാൽ ഡിമെൻഷ്യ പോലുള്ള അസുഖങ്ങൾ വരും കേട്ടോ. അതൊന്നും പ്രശ്നമാണ്, നമ്മൾ മാനേജ് ചെയ്യണം. ഇത് വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റ് കൂടും. ഹാർട്ട് ബീറ്റിൽ കൂടുന്ന ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങിയാൽ ചികിത്സ ആവശ്യമായി എന്ന അർത്ഥമായി. കുറച്ചും കൂടി കഴിഞ്ഞു പോയാൽ അറ്റാക്കിലേക്ക് പോകാം. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തികൾ തമ്മിലുള്ള ആശയവിനിമയം, അതിനെയാണ് നമ്മൾ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ നിങ്ങളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ എന്നോട് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നു. ഇതൊക്കെയാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. എങ്ങനെയാണ് സംസാരിക്കുന്നത്? വാക്കുകളിലൂടെ, വാക്കുകളിലൂടെ, ചിത്രങ്ങളിലൂടെ, എൻ്റെ ആക്ഷനിലൂടെ, എഴുത്തിലൂടെ ഒക്കെയാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻസ് ആണ്. അപ്പോൾ രണ്ടാമത്തെ ഒരു ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ, ദാറ്റ് ഈസ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്തൊരു ആശയവിനിമയം നടക്കുന്നുണ്ട്. അതിനാണ് നമ്മൾ ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് അങ്ങോട്ട് മൂവ് ചെയ്യും. അങ്ങോട്ട് മൂവ് ചെയ്യണമെങ്കിൽ എൻ്റെ കാലിലേക്ക് ഓർഡർ കൊടുക്കും. എനിക്ക് ആ സ്ലൈഡ് മാറ്റണമെങ്കിൽ എൻ്റെ വിരൽ കൊണ്ട് ഇതിൽ പ്രസ് ചെയ്യണം. പ്രസ് ചെയ്യണമെങ്കിൽ എൻ്റെ വിരലിലേക്ക് ഓർഡർ കൊടുക്കണം. ഞാൻ പറയുന്നതിന് നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ റെസ്പോൺസ് ചെയ്യാൻ വേണ്ടി തലയാട്ടം. നമ്മൾ രാവിലെ പഠിച്ചു നോഡി അല്ലേ? തലയാട്ടണം. തലയാട്ടുന്നുണ്ടെങ്കിൽ തലയാട്ടാൻ ഒരു ഓർഡർ കൊടുക്കും. ഈ ഓർഡർ എങ്ങനെയാണ് പോകുന്നത്? ഈ ഓർഡർ എങ്ങനെയാണ് ബ്രെയിനിൽ നിന്ന് എങ്ങനെയാണ് പോകുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, ആ കമ്മ്യൂണിക്കേഷനാണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ വാക്കുകൾ കൊണ്ടും ചിത്രങ്ങൾ കൊണ്ടും ആക്ഷൻ കൊണ്ടൊക്കെ നടക്കുമ്പോൾ ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഫങ്ഷൻ ചെയ്യുന്ന ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ചില കെമിക്കൽസ് ഉണ്ട്. ആ കെമിക്കൽസ് വഴിയാണ് നമ്മുടെ ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നത്. സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ടാവും, ഫാമിലി അതുമായി ബന്ധപ്പെട്ട സ്ട്രെസ് ഉണ്ടാവും, വർക്ക് പ്ലേസ് ജോലിയുമായി ബന്ധപ്പെട്ട സ്ട്രെസ് ഉണ്ടാവും, പിന്നെ അന്തരീക്ഷം നമ്മൾ വർക്ക് ചെയ്യുന്ന എൻവയോൺമെന്റ് നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷം സ്ട്രെസ് ഉണ്ടാവും. ഡിസീസ് പറയേണ്ട കാര്യമില്ലല്ലോ, ചെറിയ പനി വന്നാൽ പോലും റിലേഷൻ ബ്രേക്കേഴ്സ് ഉണ്ടായാൽ